بسم الله الرحمن الرحيم. إلى حضرة سيدنا المصطفى محمد صلى الله عليه وسلم من مشايخنا وأساتذتنا وسادات الذين ماتوا في هذا الشهر، خصوصا من سيدنا سيد علوي المنبري رضي الله عنه، سيدنا محي الدين القادري رضي الله تعالى عنه، سيدنا أحمد غياث الياتي رضي الله عنه، وعن بن عبد الرحمن الأستاذ رضي الله عنه. اللهم إلى حضرة شيخنا تقي محمد الدارمي القادري رضي الله عنه، شيخنا وسندنا أستاذ الأساتذة رضي الله عنه، أستاذ سعيد النبي كل أستاذ رضي الله عنه. من الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وقال മഹാനായ ഇബ്നു ഖുബൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തൂലുൽ ഇസ്തിമാഇ ഇലൽ ബാത്തിൽ. ബാത്തിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് ജോലിയാക്കുന്നതിനെയും വിട്ടുതിരിക്കുന്ന ഏതും സൂഫിസത്തിന്റെ മഖാമിൽ എന്താണത്? 20 ദിവസം വേണമല്ലോ. ആര് പോയിട്ട് പെട്ടെന്ന് അപ്പൊ എന്തായി? തൂലുൽ ഇസ്തിമാഇ ഇലൽ ബാത്തിൽ. ബാത്തിലി എന്ന് പറയുന്നത് ഇവിടെ ഇവർക്കുള്ള ഈ സൂഫിയാക്കളുടെ മതമനുസരിച്ചുകൊണ്ട് അല്ലാഹു തആല അല്ലാത്ത ഒന്നിനെ പറ്റി എന്തുകൊണ്ട് ജോലിയായും അവർക്ക് ബാത്തിലാണ്. ദുനിയാവിന്റെ വിഷയങ്ങളാൽ അതിനകത്ത് കദിബ്, കള്ളം മാത്രം പറയലല്ല, കള്ളവും ഈബത്തും നമീമത്തും അത് മാത്രമൊന്നുമല്ല ഇവിടെ ഉദ്ദേശം. അതിങ്ങനെ ദൈർഘ്യമാകൽ, ബാത്തിലിലേക്ക് ചെവിതാഴ്ത്തി കേൾക്കുക എന്നത് ദൈർഘ്യമാകൽ. യുത്ഫു, മറ്റേ പൊടി കളിക്കില്ല, യുത്ഫു അതെന്ത് ചെയ്യും? അണച്ചു കളയും. ഹലാവത്ത ത്വാഅ, നിസ്കരിക്കാൻ മടി, ഖുർആൻ ഓതാൻ മടി, ദർസെടുക്കാൻ മടി, പിന്നെ എല്ലാം മടിയല്ല. മടിയന്മാരുടെ സമ്മേളനം നമ്മളെല്ലാവരും. എല്ലാത്തിനും മടി. അതേ പക്ഷോ ഈ വാട്സപ്പും തുറന്നുകൊണ്ടിരിക്കുക ഒരു മടിയില്ല. ഖുർആൻ ഓതുമ്പോഴത്തേക്ക് ഉറക്കം വന്ന് വാട്സപ്പും നെറ്റൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഒരു ഉറക്കവും വരുന്നില്ല. ആ വാട്സപ്പിൽ തന്നെ മോശമായത് കേൾക്കാൻ തീരെ ഉറക്കം വരത്തില്ല. ഇത് ഉണ്ടായിത്തീരുന്നത് മനസ്സിലായോ? അങ്ങനെയുള്ള ആ തൂല് മനുഷ്യന്റെ കൽബിൽ നിന്നും അള്ളാഹുവിന് വഴിപ്പെടുക എന്ന മാധുര്യതയെ അത് അണച്ചു കളയും. യുത്ഫിഉ ഹലാവത്ത ത്വാഅത്തി മിനൽ ഖൽബ്. കാരണം ത്വാഅത്തി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി കൊണ്ടുള്ള ബന്ധപ്പെടലാണ്. ആ ബന്ധപ്പെടൽ ദായിമൻ നിലയിൽ ബന്ധപ്പെടുമ്പോൾ അതിനൊരു പ്രത്യേകമായ ലദ്ദത്ത്, ഒരു അനുഭൂതി എന്നൊക്കെ പച്ച മലയാളം പറയാമെന്നല്ലാതെ ഈ ലദ്ദത്തിന്റെയും ഹുദൂറിന്റെയും മുശാഹദയുടെയൊക്കെ മായനയൊന്നും അത് അനുഭവിച്ചറിയുക എന്നല്ലാതെ അതിനിപ്പോ ഒരു തൈരീഫ് പറഞ്ഞൊന്നും പറയാൻ പറ്റുന്ന ഒന്നല്ല. ഒരു അനുഭൂതി എന്നൊക്കെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ത്വാഅത്ത് അത് അനുഭൂതിയാണ്. ആ അനുഭൂതിയെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ബാത്തിലിലേക്ക് ചെവിതാഴ്ത്തി കേൾക്കൽ. ആ ചെവിതാഴ്ത്തി കേൾക്കൽ തന്നെ പെരുത്തു ഉണ്ടാകൽ എന്ന് മനസ്സിലായില്ലേ? തിരിഞ്ഞോ? ഖൽബ് എപ്പോഴും അള്ളാഹുവിന്റെ ഭാഗത്തായാൽ അവയവങ്ങൾ എപ്പോഴും അതിൽ റാഹത്തായി വരും. ഇദാ ഹല്ലത്തിൽ ഹിദായത്തു ഖൽബൻ നശിത്തത്തു ഫിൽ ഇബാദത്തിൽ അഅ്ളാഉ എന്ന് മഹാനവറുകൾ പറഞ്ഞതുപോലെ ഹംസയിലല്ലേ അത് പറഞ്ഞത്? തിരിഞ്ഞോ? അതാണ് അതിന്റെ മഹാനവറുകൾ അത് പറഞ്ഞു.
അത്തസീനു ഇസ്മുൻ ലി സലാസി മആനി, 3 മാനകൾക്ക് പറയുന്ന ഒന്നാണ്. ഒന്ന് തസീൻ മുത്തസയ്യിനും ബി ഇൽമി, ഇൽമു കൊണ്ട് മുത്തസയ്യിനാവും. മുത്തസയ്യിൻ തസയ്യന എന്ന് പറഞ്ഞാൽ തന്നെ ഇൽമു കൊണ്ട് അഭിനയിക്കുക, ജഹ്ല് കൊണ്ട് അഭിനയിക്കുക, തസീനിനെ ഉപേക്ഷിച്ചുകൊണ്ട് അഭിനയിക്കുക. വഹുവ അഗ്മസുഹ വഅഹബ്ബുഹ ഇലാ ഇബ്ലീസ്, ഇബ്ലീസിലെ ഏറ്റവും അതാണ് തന്നെ അല്ലേ. കുളിക്കത്തുമില്ല, കഴുകത്തുമില്ല, എന്നിട്ട് ഔലിയാന്ന് നടക്കുക, വെറ്റിലെ മുറുക്കി. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അത്, ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അതാണ്. ഈ തസീനിനെ തർക്ക് ചെയ്യൽ കൊണ്ട് എന്ത് ചെയ്യാ, മുത്തസയ്യിനാകും. മുത്തസയ്യിനും ബി തർക്കി തസീനി, മഹാനവറുകൾ പറഞ്ഞതാണ്. ഇതൊന്നും നല്ലതല്ല. ഈ ജാടയും പദ്ധതിയും ഇതൊന്നും ഒരു കാര്യമില്ല. മനുഷ്യന്മാരെ കൽബ് നന്നാക്കാതെ ഞാൻ മറ്റേ സഭ എടുക്കുന്നു, ഈ സഭക്ക് എടുക്കുന്നു, ഇതൊന്നും ഇതിനകത്തൊന്നും പരസ്യപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലാഹു ആക്കട്ടെ. വഖാല ഇഹ്ദർ അൽ ഗീബത്ത, ഗീബത്തിന് നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വണ്ണമായ കാലയുബത്തുകളെ തൊട്ട് സൂക്ഷിക്കുന്നത് പോലെ ഗീബത്തൊരു മനുഷ്യന്റെ കൽബിൽ സുബൂത്തായിപ്പോയാൽ അത്തത്തുഹ ഇഖ്വാത്ത് അഖവാത്തുഹ, അതിന്റെ സഹോദരിമാർ ഓടി വരും. നമീമത്ത്, ബഗി, സൂഉദ്ദന്ന്, ബുഹ്താന്, എന്താ കള്ളം പറച്ചിലും മോശമായ ഭാവനയും അക്രമവും ഏഷണിയും പരദൂഷണവും എല്ലാം കൽബിൽ ഇങ്ങ് വരും. അത് മനുഷ്യന്മാരിൽ വരും. ഗീബത്ത് ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം വരാൻ കാരണമാവും. അതുകൊണ്ട് അതിന് തൊട്ട് നീ സൂക്ഷിക്കണമെന്ന് മഹാനവറുകൾ പറയുന്നു. പിന്നെ അങ്ങനെ കുറേ വിഷയങ്ങൾ മൂപ്പർ പറയുന്നുണ്ട്. ഒരാള് കള്ളനാകാൻ, നാണം കെട്ടവനാകാൻ അവന്റെ പ്രവൃത്തി അതിനെ തഹ്ഖീഖാക്കാത്തത് പറയുക. അതാ പ്രവർത്തിക്കാത്തത് പറയുന്നവൻ അവൻ നാണം കെട്ടവനാണ് സൂഫിയാക്കളെടുത്ത് എന്ന്. അല്ലാഹു എന്നൊക്കെ മാനവർ മിൻഹും ഇവരിൽ പെട്ടവരാണ്. അപ്പൊ ഇതാണ് ദവാം ഇസ്തിമാഇൽ ബാത്തിൽ യുളാദു ദാലിക വയുത്ഫി നൂറഹു വയുസുൽ ഹലാവത്തു. താഅത്ത് അത് ദായിമം ചെയ്യുമ്പോൾ അതിൽ അനുഭൂതി ഉണ്ടാകും. അതിനെതിരാണ് ബാത്തിലായ കാര്യങ്ങൾ കേൾക്കലും ചെയ്യലും അതിലേക്ക് ചെവിതാഴ്ത്തലും എല്ലാം. പിന്നെ തസ്യീൻ ومنهم أبو علي أحمد بن عاصم الأنداكي من أقران بسر بن الحارثي والسدي السقطي والحارث المحاسبي. ഇവരുടെ എല്ലാം കാലക്കാരനാണ് മഹാനവറുകൾ. വക്കാന അബൂ സുലൈമാൻ അദ്ദാറാനി യുസമ്മിഹി ജാസൂസുൽ ഖുലൂബ്, കൽബുകളുടെ CID എന്നാണ് മഹാനവറുകൾക്ക് പേരിട്ടത് സുലൈമാൻ അദ്ദാറാനി തങ്ങൾ. മനസ്സിലായില്ലേ? കൽബുകളെ ചിക്കിച്ചികഞ്ഞ് ലിഹിദ്ദത്തി ഫറാസത്തിഹി മഹാനവറുകളുടെ മുഖലക്ഷണം പറയാൻ വളരെ കാഠിന്യമാണ്. അതുകൊണ്ട് മഹാനവറുകൾക്ക് പേര് വെച്ചു ജാസൂസുൽ ഖുലൂബ് എന്ന് പേര് വെച്ചു. ഹക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാസന്റെ കൽബിൽ നൂറാകുന്ന ഇസ്മു കൊണ്ട് വെളിവായാൽ എല്ലാം ഇനി തെളിഞ്ഞു വരും. അതുകൊണ്ട് പെട്ടെന്ന് നോക്കി അങ്ങ് പറയും.
തിരിഞ്ഞോ? അതാണ് അതിന്റെ മാന. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ. കാരണം അവിടെ തെളിവാണ്. കൽബിലെല്ലാം തെളിഞ്ഞിടക്കിയല്ലേ. തെളിഞ്ഞ കൽബിൽ പിന്നെ തെളിഞ്ഞ കണ്ണാടിയിൽ എല്ലാം വെളിവാകുന്നത് പോലെ എല്ലാം അവിടെ വെളിവാകും. അതുകൊണ്ട് ലോകരെ കൽബാകം ഞാൻ കണ്ടുവരുന്ന ലോകത്ത് അങ്ങനെ പറഞ്ഞില്ല. റസൂലുള്ളാഹി നമുക്ക് പറ്റി പറഞ്ഞില്ല. അവരെ പറ്റി കൽബാകത്തുള്ളതും എല്ലാം കാണുമെന്ന് പറഞ്ഞു. അവർക്കൊന്നും തടസ്സമല്ല എന്നതിൻ്റെ അർത്ഥം. وقال أحمد بن عاصم إذا طلبت صلاح قلبك നിന്റെ കൽബിന്റെ നന്മയെ നീ തേടുന്നെങ്കിൽ ഫസ്തഇൻ അലൈഹി ബിഹിഫ്ളി ലിസാനിക് നിന്റെ നാവിനെ സൂക്ഷിക്കൽ കൊണ്ട് നീ അതിന്റെ മേൽ സഹായകമായിക്കോ എന്ന്. കണ്ടാ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വഖാല അഹ്മദ് ബിൻ ആസിം വീണ്ടും പറയുക, നാവ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നാവ് സൂക്ഷിച്ചാൽ പ്രശ്നം, നാവ് സൂക്ഷിച്ചാൽ എല്ലാം ശരിയാവും. നാവാണ് നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്നത്, സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്നത്. നാവ് പോലെ തന്നെ മറ്റുള്ള അവയവങ്ങൾ തന്നെ കണ്ണ്, കാത്, കൈ, കാല്, എല്ലാ അവയവങ്ങളും ഈ എല്ലാ അവയവങ്ങളുടെയും ഫലം കൽബിലെത്തും, ഖൈറാലും ശർറാലും. അപ്പം എന്താവും? കൽബ് പ്രശ്നമാവും. കൽബ് നന്നാവണമെങ്കിൽ ആ എല്ലാ അവയവങ്ങളിൽപ്പെട്ട് മുഖ്യമായ അവയവമാണ് നാവ്. അതുകൊണ്ട് നാവ് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ മതി. നാവ് വരാം ഇൻഷാ